പ്രഭാത സൂര്യന്റെ രശ്മികളേറ്റ്, മന്ദമാരുതന്റെ ഇളം കാറ്റേറ്റ്, കുയിലുകളുടെ മധുരനാദം കേട്ട് രാവിലെ കുറച്ചുനേരം കൂടി പുതപ്പിനടിയിൽ കിടക്കാൻ ആരാണ് കൊതിക്കാത്തത്? പ്രത്യേകിച്ച് ഇന്നത്തെ ഈ യുവതലമുറ. അതെ, ഒരിക്കൽ കൂടി ഈ യുവതലമുറയ്ക്കായി ഒരു ദിനം കൂടി വന്നു ചേർന്നിരിക്കുന്നു. തിരക്കേറിയ പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം കോളേജുകളിലേക്കും ഓഫീസുകളിലേക്കും അവർ യാത്രയാകുന്നു. ജീവിതചക്രത്തിന്റെ വ്യഗ്രതയിൽ പെട്ടുഴലുമ്പോഴും തങ്ങൾ ഇനി വരും തലമുറയ്ക്ക് മാതൃകയാകേണ്ടവരാണെന്ന നഗ്നമായ സത്യം അവർ വിസ്മരിക്കുന്നില്ല. അതെ, അതാണ് ഈ യൂത്തിന്റെ മുന്നോട്ടുള്ള ഓരോ ചുവടുവയ്പ്പിനും സഹായിക്കുന്നത്. ഈ ജീവിത വ്യഗ്രതയ്ക്കിടയിലും സമയം കണ്ടെത്തി മീറ്റിംഗുകളിൽ പങ്കെടുക്കുവാനും ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും എത്ര വിഷമകരമായ കാര്യമായാൽ പോലും സമൂഹത്തിലെ ഏതെങ്കിലും ഒരു കോണിൽ വേദന അനുഭവിച്ചു കഴിയുന്നവർക്ക് അത് ആശ്വാസപ്രദമാകുമെങ്കിൽ നിറഞ്ഞ മനസ്സോടുകൂടി അതിനെ സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളത് ഈ യൂത്തിന്റെ എടുത്തു പറയത്തക്ക വിധത്തിലുള്ള മറ്റൊരു സവിശേഷത കൂടിയാണ്. രക്തദാനം മഹാദാനം, ഇങ്ങനെ നാം എല്ലാം പറയാറുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും നാം ഒന്നും രക്തം ദാനം ചെയ്തവരായിരിക്കുകയില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ സമൂഹത്തെ രക്തദാനത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുക മാത്രമല്ല, സമൂഹത്തിന് മാതൃകയായി രക്തം ദാനം ചെയ്യാനും അതിലൂടെ ജനസമൂഹത്തെ രക്തദാനം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാനും ഈ യുവതലമുറ നേതൃത്വം നൽകി. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതോടൊപ്പം തന്നെ അനാഥരും അശരണരുമായി വേദന അനുഭവിച്ചു കഴിയുന്ന ഒത്തിരി പേരെ സന്ദർശിക്കുവാനും അവരോടൊപ്പം തന്നെ കളിച്ചുല്ലസിക്കുവാനും യൂത്തിന് കഴിഞ്ഞുവെന്നുള്ളത് പ്രശംസാർഹമായ കാര്യമാണ്. ഇത്തരത്തിലുള്ള നർമ്മരസങ്ങൾ അവർക്ക് സന്തോഷം പകരുമെങ്കിലും അവരുമായി വിട പറയേണ്ടി വരുന്ന ഓരോ സമയവും യൂത്തിലെ അംഗങ്ങൾക്കും നിരാലംബരായ അവർക്കും ഒത്തിരിയേറെ വേദനാജനകമായ സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും യൂത്ത് അംഗങ്ങൾ അവരെ ചെന്ന് കാണുകയും അവരുമായി സന്തോഷം പങ്കുവെക്കുകയും ചെയ്യുന്നു. പ്രഭാഷകന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു: മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. ദൈവവചനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നതിലും സ്വന്തം മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിലും നിന്ന് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാനും ഒരു യൂത്തംഗവും തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് യൂത്തംഗങ്ങൾ വളരെയേറെ തിരക്കുണ്ടായിട്ടും ഒരു ദിവസം മാതാപിതാക്കന്മാർക്കായി നീക്കിവെച്ചത്. നൃത്ത കലാപരിപാടികളിലൂടെ മാതാപിതാക്കന്മാരുടെ സ്നേഹാദരങ്ങൾ നേടിയപ്പോഴും തങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യം അവർ വിസ്മരിച്ചില്ല. അതിനാലാണ് വളർന്നു വരുന്ന തലമുറയ്ക്ക് മാതൃകയാകാൻ യൂത്തംഗങ്ങളെല്ലാം തന്നെ കലാപരിപാടികളിൽ പങ്കെടുത്തത്. മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ്. അവന്റെ ജീവിതം പ്രകൃതിയുമായി ഇഴചേർന്ന് നിൽക്കുന്നു. ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ പ്രകൃതിയുടെ നിലനിൽപ്പിനെ കുറിച്ച് നാം ബോധവാന്മാരാകുന്നില്ല. പുഴയുടെ ഒഴുക്കിനെന്നവണ്ണം നാം ഓരോരുത്തരും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ചുറ്റുപാടും, പ്രത്യേകിച്ച് പ്രകൃതിയിലുണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ച്, വരും കാലങ്ങളിൽ നാം നേരിടേണ്ടി വരുന്ന വിപത്തുകളെ കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുവാനും അത് വെറും വാക്കുകളിൽ ഒതുക്കാതെ മനവൽക്കരണം വഴി അത് പ്രാവർത്തികമാക്കുവാനും യൂത്തിന് കഴിഞ്ഞു. സാംസ്കാരികമായി അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് സമൂഹം ദിനം പ്രതി നേരിടേണ്ടി വരുന്ന വിപത്തുകൾ തങ്ങളാലാകും വിധം മാർഗനിർദ്ദേശം നൽകാൻ ഈ യൂത്തിന് കഴിയുന്നു. ഉത്തരവാദിത്തങ്ങൾ ഏറെയുണ്ടെങ്കിലും തങ്ങളുടെ പ്രായത്തിൻ്റെതായ പക്വത വിട്ട് മുതിർന്നവരെ പോലെ പെരുമാറാൻ താല്പര്യപ്പെടാത്തതാണ് യൂത്തിനെ മറ്റെല്ലാ തലത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. തങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്ന കടമകൾ നിറവേറ്റാൻ തയ്യാറാകുമ്പോഴും എന്നാൽ കുട്ടിത്തത്തിന്റെ നർമ്മരസങ്ങൾ മുഴുവനുമായി കൈവിടാൻ അവർ തയ്യാറാകുന്നില്ല. അതിനാലാണ് യൂത്തംഗങ്ങൾ ഓരോരുത്തരും കൊച്ചു കൊച്ചു വിനോദങ്ങളിൽ ഏർപ്പെടാൻ സമയം കണ്ടെത്തുന്നത്. മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ യുഗത്തിൽ സ്നേഹത്തിന്റെ പ്രതീകമായി, വരും തലമുറയ്ക്ക് മാതൃകയായി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ മിന്നിത്തിളങ്ങാനും ഒരു കൈത്തിരി നാളം പോലെ സ്വജീവിതം മറ്റുള്ളവർക്കായി സ്വയം ഒരുക്കിത്തീരാനും ഈ യൂത്തിന് കഴിയുന്നത് പോലെ മറ്റു യുവജനങ്ങൾക്കും ഇത് ഉപകാരപ്രദമാകുവാനും ദൈവസ്നേഹാധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാനും അവർക്ക് സാധിക്കട്ടെ.